ശരി, അപ്പോൾ ഫസ്റ്റ് സെഷനാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്തതിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 വരെ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 16 മുതൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാൻ പോണു. സോ ക്വസ്റ്റ്യൻ നമ്പർ 16 വായിച്ചേ. ദ മൈനസ് സൈൻ ഇൻ റേറ്റ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻഡിക്കേറ്റ്സ് ദ ഡാഷ്. മൈനസ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി ആരുടെ കോൺസെൻട്രേഷനാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഓക്കെ, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ്. ഓക്കെ, വിത്ത് ടൈം ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ആൾവേസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതെ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആൾവേസ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് കൂടും. ദ ബ്ലാങ്ക്സ് ഇൻ ദ ക്വസ്റ്റ്യൻസ് കറസ്പോണ്ട്സ് ടു. അപ്പോൾ ഏതാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ദ മൈനസ് സൈൻ ഇൻ ദ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എ ഇൻഡിക്കേറ്റ്സ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അപ്പോൾ ഡിക്രീസും റിയാക്റ്റൻസും വരുന്ന ഏത് ഓപ്ഷൻ ഇടാം? ഓപ്ഷൻ സി. ബാക്കി പോസിറ്റീവ്, ഇൻക്രീസ്, അതെല്ലാം കറക്റ്റ് തന്നെയാണല്ലോ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. കൺസിഡർ ദ റിയാക്ഷൻ 2N2O4 റിവേഴ്സ്ലി ഈസ് 4NO2 ഇഫ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O4 ഇസ് ഈക്വൽ ടു കെ ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് NO2 ഇസ് ഈക്വൽ ടു കെ ഡാഷ്. ദെൻ കെയും കെ ഡാഷും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒന്ന് വന്നേ മക്കളെ, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. 2N2O4 അല്ലേ? 2N2O4 റിവേഴ്സ്ലി ഗീസ് എത്രയാണ്? 2N2O4 അല്ലല്ല, N2O4 എന്നല്ലേ? അതാ 2N2O4 ആണ്. 2N2O4 റിവേഴ്സ്ലി ഗീവ്സ് എത്ര മക്കളെ? 4NO2 അല്ലേ? 4NO2 ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നമുക്കറിയാന്നുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. മൈനസ് 1/2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആരാടാ? N2O4 will be equal to plus 1/4 into d by dt of NO2. ഇങ്ങനെ എല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ, അറിഞ്ഞൂടെ? എന്താ എഴുതിയിരിക്കുന്നത്? ഇത് റേറ്റ് ആണ് സാർ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് എഴുതി. മൈനസ് 1/2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് N2O4, അത് പ്ലസ് 1/4 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് NO2. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കോക്കളെ, അതിനകത്ത് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് NO2 തന്നിട്ടുണ്ട്. സോ 1/2 അവിടെ കിടക്കട്ടെ. ബാക്കി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് NO2 ഇസ് ഈക്വൽ ടു കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? N2O4 is equal to K is equal to d by dt of NO2. അത് എത്ര മക്കളെ? 1/4 into plus d by dt of NO2 എത്ര? K ഡാഷാ? K ഡാഷ്. ഓപ്ഷനിലേക്ക് K ഡാഷ് ഇസ് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ K ഡാഷ് ഇസ് ഈക്വൽ ടു നോക്കാം. K ഡാഷ് ഇസ് ഈക്വൽ ടു പറഞ്ഞേ, ഈ 4 ഇവിടെ കൊണ്ടുപോവാ. 4 ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു K എന്ന് കിട്ടും. അപ്പോൾ K ഡാഷ് ഇസ് ഈക്വൽ ടു മക്കളെ 2K എന്ന് കിട്ടൂലേ? നിങ്ങൾക്ക് മനസ്സിലായടാ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, വളരെ സിമ്പിളാണ്. K ഡാഷ് ഇസ് ഈക്വൽ ടു 2K. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? എഴുതിയോ? ശരി, അപ്പോൾ ഇത് കഴിഞ്ഞാ? ശരി, വന്നേ. അപ്പോൾ നോക്കിയേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ് അടുത്ത ഹെഡിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷനെ ഇൻഫ്ലുവൻസ്, റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിലേടാ മക്കളെ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 18 പോകുന്നു. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അത്രയ്ക്ക് ഈസി ആയിരിക്കത്തില്ല എന്നാണ് ഞാനിതിനകത്ത് ചില ക്വസ്റ്റ്യനുകൾ
ഞാൻ ഇനി കുറച്ചുകൂടെ പഠിപ്പിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ പഠിപ്പിച്ചത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ടച്ച് ചെയ്ത് മുന്നോട്ട് പോവാം. ദ ഡീകമ്പോസിഷൻ ഓഫ് ഡൈമീഥൈൽ ഈതർ ഈസ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ആയിക്കോട്ടെ. ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു പി. പി എന്ന് വെച്ചാൽ പ്രഷർ എന്നാണ്. പ്രഷർ ഓഫ് CH3OCH3 ദ ഹോൾ റൈസ് ടു 3/2. ഇഫ് ദ പ്രഷർ ഈസ് മെഷേർഡ് ഇൻ bar and time in minute, then what are the units of rate and rate constant? എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. What is the unit of rate and rate constant? ഒന്ന് വന്നേ. ആദ്യം നമുക്ക് അവിടുത്തെ റേറ്റ് ഇക്വേഷൻ എനിക്കൊന്ന് പറഞ്ഞു തരണം. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു പ്രഷർ ഓഫ് CH3OCH3 ദ ഹോൾ റൈസ് ടു 3/2. അങ്ങനെയല്ലേ? വാടാ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ബോർഡ് നോക്കൂ. റേറ്റ് is equal to K into pressure of എന്താ CH3OCH3. ഓക്കെ. പ്രഷർ റൈസ് ടു എത്ര മക്കളെ? 3/2. ഓക്കെ. ആദ്യം നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് എന്നാണ്. റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? റേറ്റ് ഈക്വൽ ടു എന്താണ്? കോൺസെൻട്രേഷൻ അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം അല്ലേ ചെയ്യുന്നത്? ഓക്കെ. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ മോൾ പെർ ലിറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ്. അതാണ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നത്. മനസ്സിലായോ? ഓക്കെ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യനിൽ പ്രഷറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ ടൈമാണ് നമ്മൾ ഇവിടുത്തെ ആൻസറായിട്ട് എടുക്കുക. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ. പ്രഷർ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? അത് ATM ആവാം, ലിറ്റർ ആവാം, ബാർ ആവാം, ടോർ ആവാം, സെൻറ്റിമീറ്ററോ മെർക്കുറി ആവാം, മില്ലിമീറ്ററോ മെർക്കുറി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾ ലിറ്റർ ആണോ, ബാർ ആണോ, ATM ആണോ, എന്താണ് ഇടേണ്ടതെന്ന് മനസ്സിലാവും. നോക്കിയിട്ട് പറയൂ. ബാർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അവിടെ ബാർ ഇട്ടു. ഡിവൈഡ് ബൈ ടൈം അല്ലേ മക്കളെ? ടൈമിൻ്റെ സെക്കൻഡ് ആണോ മിനിറ്റ് ആണോ അവിടെ കിടക്കുന്നത്? മിനിറ്റ് ആണ്. ശരി, ആയിക്കോട്ടെ. സാർ സെക്കൻഡിന് പകരം മിനിറ്റ് എന്നിട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു. ബാർ മിനിറ്റ് റൈസ് ടു -1. ശരിയല്ലേ? ബാർ മിനിറ്റ് റൈസ് ടു -1. എല്ലാവർക്കും മനസ്സിലായോ? ഇതൊക്കെ വളരെ സിമ്പിൾ, കൊച്ചുമക്കൾ പഠിപ്പിക്കും പോലെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കെ ഫോർ nth ഓർഡർ റിയാക്ഷൻ? nth ഓർഡർ റിയാക്ഷൻ്റെ കെ പറ. കെ ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഓർമ്മയുണ്ട? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഇത് തന്നെ പഠിച്ചാൽ മതി മക്കളെ. ഈ മോൾ പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ്. ഇവിടെ കോൺസെൻട്രേഷൻ പ്രഷറിൻ്റെ ടേമിലായതുകൊണ്ട് ഈ മോൾ പെർ ലിറ്ററിനും പ്രഷറിൻ്റെ യൂണിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാസുകളിൽ വരുന്ന കേസിൽ ഇതിൻ്റെ എന്തായിരിക്കും? ബാർ റൈസ് ടു എത്ര പറഞ്ഞു? 1 - n. ഇത് സെക്കൻഡിന് പകരം ഇവിടെ മിനിറ്റ് ആണ്. അപ്പം മിനിറ്റ് റൈസ് ടു -1 എന്ന് വരും. മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ. വാട്ട് ഈസ് ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ ഓർഡർ എത്രയാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഓർഡർ എന്ന് പറയുന്നത് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് CH3OCH3 റൈസ് ടു 3/2. കോൺസെൻട്രേഷൻ ടൈമിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നതാണ് ഓർഡർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓർഡർ എത്ര മക്കളെ? 3/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും പറഞ്ഞേ? ബാർ റൈസ് ടു 1 - 3/2 പിന്നെ മിനിറ്റ് റൈസ് ടു -1. ഓക്കെ. സോ ഇതെത്ര? 2 - 3. അപ്പോൾ എന്ത് കിട്ടും? ബാർ റൈസ് ടു എത്രടാ? 1 - -1/2 മിനിറ്റ് റൈസ് ടു -1. ഓക്കെ. ഇങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം മക്കളെ. ഉണ്ടാ? ഉണ്ട്. ഏത് ഓപ്ഷൻ ഇടാ? ഓപ്ഷൻ ബി. എല്ലാവർക്കും മനസ്സിലായോ? എഴുതിയെടുക്ക്. എഴുതാത്തവരൊക്കെ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം വേഗാവട്ടെ.
കഴിഞ്ഞോ? ആ വന്നേ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ question number 19. Match the rate law given in the column 1 with the dimension of the rate constant given in the column 2 and mark the appropriate choice. Rate equal to k into concentration of NS3 raised to 0. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ nth ഓർഡർ? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഇതല്ലേ മക്കളെ? അല്ലേ? ഇനി അടുത്തത് ഫസ്റ്റ് റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NS3 റൈസ് ടു 0. അത് ഏത് ഓർഡറാടാ? 0 ഓർഡർ. സോ എന്നിൻ്റെ പ്ലേസിൽ 0 എടുക്കണം. 1 - 0 1. അപ്പോൾ ആൻസർ എത്ര? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ക്ലിയർ? ഓക്കെ, ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തെന്താണ്? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 റൈസ് ടു എന്താണ് റൈസ് ടു അല്ല ഇൻറ്റു I മൈനസ്. അപ്പോൾ അവിടെ H2O2 റൈസ് ടു 1 I മൈനസ് റൈസ് ടു 1 ആണ്. അപ്പം 1 + 1 ഓർഡർ 2 അല്ലേടാ? അപ്പോൾ ഓർഡർ 2 ആണെങ്കിൽ എങ്ങനെ വരും? ഓർഡർ 2 ആണെങ്കിൽ എന്താ പ്രത്യേകത? മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - 2 അത് -1 സെക്കൻഡ് റൈസ് ടു -1. എന്ത് കിട്ടും മക്കളെ? മോൾ റൈസ് ടു -1 ലിറ്റർ -1 ഇൻറ്റു -1 ലിറ്റർ അല്ലേ? ലിറ്റർ റൈസ് ടു +1 സെക്കൻഡ് റൈസ് ടു -1. അപ്പോൾ ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. അത് കറക്റ്റാണല്ലോ, അത് തന്നെയല്ലോ. ബി എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഓക്കെ, അടുത്തത് റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു CH3CHO റൈസ് ടു 3/2. അപ്പോൾ റൈസ് ടു 3/2 ആണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്താണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്കറിയാം ലിറ്റർ റൈസ് ടു 1/2 മോൾ റൈസ് ടു -1/2 സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, ഇനി റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു C2H5 റൈസ് ടു Cl. അത്രയാണ് ഓർഡർ എത്രയാണ്? 1. ഓർഡർ 1 ആണെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1 മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട? ഇത് 1 - 1. അപ്പോൾ ഈ ക്വാണ്ടിറ്റി റൈസ് ടു 0, ഈ ക്വാണ്ടിറ്റി റൈസ് ടു 0 1, ബാക്കി സെക്കൻഡ് റൈസ് ടു -1 മാത്രമേ അവിടെ വരുള്ളൂ. മനസ്സിലായാ? ഓക്കെ. ഇനി സാറിന് പറയാനുള്ളത് നോക്കിക്കോളണേ. എടാ, ഇതിപ്പോൾ നമ്മൾ നിയമപരമായി ചെയ്തതാണ്. എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് മാച്ച് ചെയ്യാം. അതാണ് കുറേ കൂടെ എളുപ്പം. എന്ന് പറഞ്ഞാൽ മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ലിറ്ററിൻ്റെ പവർ എത്രയാണോ അതിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ആവും. ലിറ്റർ റൈസ് ടു -1 + 1 എത്രയായി? 0. അപ്പോൾ 0 ഓർഡർ ഇല്ല, ഫസ്റ്റ് 1 തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യാം. അല്ല, നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. അതിൽ ലിറ്ററിൻ്റെ പവർ എത്രയാ? 1 + 1 കൂടെ ആകുമ്പോൾ എത്രയായി? 2. അപ്പോൾ അതിൽ സെക്കൻഡ് ഓർഡർ ആരാണെന്നാണ്? സെക്കൻഡ് ഓർഡർ ആരാ? ബി തന്നെയാണ്. അടുത്ത് സെക്കൻഡ് റൈസ് ടു -1. അവിടെ ലിറ്റർ റൈസ് ടു ഇല്ല, മീൻസ് ലിറ്റർ റൈസ് ടു 0. അപ്പോൾ 0 + 1 1 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അത് ഡി ആണ്. അടുത്ത് ലിറ്റർ റൈസ് ടു 1/2 ഉണ്ട്. 1/2 + 1 എത്രയായി? 1/2 + 1 അപ്പോൾ 3/2. അപ്പോൾ 3/2 ഉള്ളത് നമുക്ക് റിവേഴ്സ് ചിന്തിക്കാൻ മനസ്സിലായില്ലേ? അത് എളുപ്പമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20. The rate constant of 2 reactions are given below. Identify their order of the reactions. K equal to 5.3 into 10 raised to -2 ലിറ്റർ മോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. സാറേ ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസിയാണ് സാർ. ലിറ്റർ റൈസ് ടു 1 ആണ് സാർ. സോ നോ ഡൗട്ട് സാർ, ഇറ്റ്സ് ഓർഡർ വിൽ ബി 2. ശരിയല്ലേ? ഓക്കെ, അതുപോലെ k is equal to 3.8 into 10 raised to -4 സെക്കൻഡ് റൈസ് ടു -1. പറഞ്ഞേ, k is equal to 3.8 into 10 raised to -4 സെക്കൻഡ് റൈസ് ടു -1. ഫസ്റ്റ് ഓർഡർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉറപ്പായിട്ടും ക്ലിയർ ആണോ?
ശരി. അപ്പോൾ അടുത്ത ദിവസം നോക്കൂ 21. A reaction in which reactants are converted into products follows the second order kinetics. If concentration of R is increased by 4 times, what will be the increase in the rate of formation of P? Okay, very simple ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. നോക്കിയേ, എ റിയാക്ഷൻ ഇൻ വിച്ച് റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് പി. ഓക്കെ, ബോഡി നോക്ക്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് പി എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ മക്കളെ? ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. സോ എത്ര ഈസിയാണ്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 2. ശരിയല്ലേ? റേറ്റ് എന്ന് പറയുന്നത് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ്. അതിൻ്റെ പവർ എത്ര വരുന്നു അതാണ് ഓർഡർ. ഓർഡർ 2 ആണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു സംശയം വേണ്ട, റൈസ് ടു 2 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായെന്നോ ഇല്ലെന്നോ? അടുത്ത്, if the concentration of R is increased by 4 times, if the concentration of R is increased by 4 times, what will be the increase in rate of formation of P? അപ്പോൾ നമുക്ക് ബോർഡ് നോക്കാം. ഇവിടുത്തെ റേറ്റ്നെസ് R1 എന്ന് എഴുതി. R1 is equal to K into concentration of R squared ആണ്. എന്നാൽ R2 എത്ര? R2 is equal to K into what happens to the concentration of the reactant? 4 times. Very good. Then 4R square എന്ന് വരും. This is equation number 1 and this is equation number 2. And R2 by R1 എത്രയാണ് മക്കളെ? R2 by R1 K by K അത് ക്യാൻസൽ ആയിപ്പോയി. R squared by R square ക്യാൻസൽ ആയിപ്പോയി. 4 squared എന്ന് കിട്ടും. സോ R2 is equal to 16 R1 ആണ്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവർക്കും മനസ്സിലായോ? ശരി. അപ്പോൾ R2 is equal to 16 R1 മക്കളെ. അപ്പോൾ എന്ത് കിട്ടി? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? ഓക്കെ, 16 ടൈംസ് ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. എഴുതണം, എഴുതിക്കോ. കഴിഞ്ഞോ എല്ലാവരും? ഇനി മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ? സാർ ആൻസർ പറഞ്ഞു തരില്ല, നിങ്ങൾ പറയണം. 4th one. ഓക്കെ, വെരി ഗുഡ്. NH4NO2ൻ്റെ ഡീകമ്പോസിഷനും ഇതെല്ലാം ഞാൻ തന്ന എക്സാമ്പിളുകളിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഇതിനകത്ത് CH3CHOയുടെ ഓർഡർ എന്തായിരുന്നു അവിടെ ഞാൻ ചോദിക്കാം. 3/2. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 23. ഫോർ എ ജനറൽ റിയാക്ഷൻ എക്സ് ഗീസ് വൈ. ആയിക്കോട്ടെ. The plot of concentration of X versus time is given in the figure. What is the order of the reaction and what are the units of rate constant? Concentration of X ഉം ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ആൻസർ ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ് പഠിപ്പിച്ചതെന്നാണ് സാറിൻ്റെ ഓർമ്മ, ആണോ? ഓക്കെ, അതിൽ ആദ്യം പഠിപ്പിച്ചത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഏത് ഓർഡറാണ്? സീറോ ഓർഡർ. സീറോ ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ? K ഈക്വൽ ടു എന്നൂടെ പറയണം കേട്ടോ. K is equal to R0 minus R divided by T. ശരിയല്ലേ? ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് സാറ് R is equal to ഇത് അപ്പുറത്ത് കൊണ്ടുപോയി -KT
പ്ലസ് R0 എന്നൊരു ഇക്വേഷൻ എഴുതി ഉണ്ടാക്കി. ഓർമ്മയുണ്ടായിരിക്കും. എന്നിട്ട് സാറ് ഗ്രാഫ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രാഫ് എന്തായിരുന്നു ആ ഗ്രാഫിൽ പറഞ്ഞിരുന്നത്? ഇതാ ഇവിടെ ഈ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് y is equal to എന്താ? mx പ്ലസ് c ആണ്. y ആക്സിസിൽ ആരാ? r എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ആര്? റിയാക്ടന്റ്. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഇനി x ആക്സിസിൽ ആരാ? t ടൈം. ഓക്കെ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു എത്ര? -k. ഇതിവിടെ ടച്ച് ചെയ്യും, അത് എത്രയാണ്? അതാണ് y ഇന്റർസെപ്റ്റ്, അതാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0. ഓർമ്മയുണ്ടോ ഇത് പഠിപ്പിച്ചിരുന്നത്? ഇതെന്താ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് അല്ലേടാ? ഇതാരാണ്? ടൈം. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ നോ ഡൗട്ട് the reaction follows first order kinetics. Okay. എന്തേ കേട്ടില്ല? ആരെന്താ ചോദിച്ചല്ലോ? ഞാൻ ഫസ്റ്റ് ഓർഡർ എന്നാ പറഞ്ഞത്. ഓക്കെ. സീറോ ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. ഫസ്റ്റ് ഓർഡർ എന്നല്ല, വേറെ ഏത് ഓർഡർ ആണെങ്കിലും കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു കർവാണ് കിട്ടുന്നത്, അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടൂല. ഒരു മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. എന്തുകൊണ്ട് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല എന്ന് വാദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങളെ ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്നൊരു സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കാമെന്നും ഏത് സമയത്തുള്ളത് കണ്ടുപിടിക്കണമെങ്കിലും ആ സമയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ മേളിലോട്ട് വരയ്ക്കുക, ഇവിടെ ടച്ച് ചെയ്യും, അതിൻ്റെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അപ്പം നിങ്ങൾ ഏത് സമയം എടുത്താലും ഇവിടെ പോയി കഴിഞ്ഞാൽ സ്ലോപ്പ് നിങ്ങൾക്ക് എപ്പോഴും സെയിമേ കിട്ടുള്ളൂ. കാരണം സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൻ്റെ ചരിവ് ഒരുപോലെയാണ് എല്ലായിടത്തും. മനസ്സിലായ? അപ്പോൾ ആ സ്ലോപ്പിനെയാണ് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ മാറിയിട്ട് സമയം മാറിയിട്ട് റേറ്റ് മാറുന്നില്ല, റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തത് ഏത് ഓർഡറിൽ മാത്രമാണ്? സീറോ ഓർഡറിൽ. അപ്പം ആ രീതിയിൽ ചിന്തിച്ചാലും ബൈ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം വരയ്ക്കുമ്പോൾ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിയാൽ നോ ഡൗട്ട് ഇറ്റ് ഫോളോസ് സീറോ ഓർഡർ കൈനറ്റിക്സ്. ക്ലിയർ? ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ സാറ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താണ്? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എക്സ്, അതായത് റിയാക്റ്റൻ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ടച്ച് ചെയ്യിപ്പിച്ച് വരച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അത് അങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആവും. അതാണ് R0. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്? സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ. എന്തേ? അയ്യോ, സോറി. ഫസ്റ്റ് സീറോ ഓർഡർ അല്ലേ? സീറോ ഓർഡർ ആണ്. മോൾ ലിറ്റർ റൈസ് ടു -1, സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക? ഓക്കെ, ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. The rate of a gaseous reaction is given by the expression K concentration of A square into concentration of B യുടെ cube. The volume of the reaction vessel is reduced into 1/2 of the initial volume. What will be the reaction rate as compared to the original rate A? Okay, ഒന്നുമില്ല. The volume of the reaction vessel is reduced to 1/2 of the initial volume. Okay, no problem. What will be the reaction rate as compared to the original rate A? Sorry, varu. Okay, original rate means rate equal to K into concentration of A square ada. Concentration of B etra
ക്യൂബ്. അപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ക്യൂബ്. ഒന്ന് നോക്കും മക്കളെ, റേറ്റ് എന്ന് പറയുന്നതിന് എ എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എ ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ ക്യൂബ് എന്നാണ് നമുക്കിതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ബി ദ റിയാക്ഷൻ റേറ്റ്? അപ്പോൾ പുതിയ റേറ്റ് എന്താവുമെന്നാണ്. എപ്പോഴാണ്? when the volume of the vessel is reduced to 1/2 of the initial volume. So വോളിയവും കോൺസെൻട്രേഷനും തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ സാർ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുക. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ആൻഡ് വോളിയം? ഡയറക്ട്ലി ഓർ ഇൻവേഴ്സ്ലി? ഇൻവേഴ്സ്ലി. സോ എത്ര ഈസിയാണ് മക്കളെ, ഇൻവേഴ്സ്ലി ആണ്. സോ വോളിയം 1/4 ആയാൽ what will happen to the concentration? 4 times ആവും. അതല്ലേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെ മീനിങ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ മീനിങ് ഇത് ഡബിൾ ആയാൽ അത് ഡബിൾ ആവും, ട്രിപ്പിൾ ആയാൽ ട്രിപ്പിൾ ആവും, ഹാഫ് ആയാൽ ഹാഫ് ആവും, 1/4 ആയാൽ 1/4 ആവും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീനിങ് ഡബിൾ ആയാൽ 1/2 ആവും, ട്രിപ്പിൾ ആയാൽ 1/3 ആവും, 1/2 ആയാൽ ഡബിൾ ആവും, 1/3 ആയാൽ ട്രിപ്പിൾ ആവും, 1/4 ആയാൽ 4 ടൈംസ് ആവും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സോ സിൻസ് വോളിയം ബിക്കംസ് എത്രയായി മക്കളെ? വോളിയം ബിക്കംസ് 1/4 അല്ലേ? 1/4. കോൺസെൻട്രേഷൻ ബിക്കം 4 ടൈംസ്. ശരിയാണല്ല? ഹാഫ് ആണ്. ദ വോളിയം ഈസ് റെഡ്യൂസ്ഡ് ടു 1/2. അപ്പോൾ 1/2 ആണെങ്കിൽ ഈ പറഞ്ഞത് എത്ര ടൈംസ് ആയി പറഞ്ഞേ? 2 times. So what will be the new rate R? R is equal to പറഞ്ഞേ K into concentration of A യുടെ സ്ക്വയർ മക്കളെ. A യുടെ സ്ക്വയർ എത്ര? 2A യുടെ സ്ക്വയർ ഇൻറ്റു B എത്രയാണ്? 2B the whole cube. കാരണം വോളിയം വെസലിൻ്റെ വോളിയം ഹാഫ് ആയി, കോൺസെൻട്രേഷൻ ഡബിൾ ആയി. അപ്പോൾ 2A ആയി 2B ആയി. ഓക്കെ. സോ R by A equal to പറഞ്ഞ കെയും ക്യാൻസൽ ആയി, എ സ്ക്വയർഡ് ക്യാൻസൽ ആയി, 2 squared ഇൻറ്റു 2B ക്യൂബ്, ഇത് B ക്യൂബ്. അപ്പോൾ 2 ക്യൂബ് എന്ന് മാത്രം വരും. സോ R is equal to 2⁻²2 എത്ര മക്കളെ? 4 ഇൻറ്റു 2⁻³ എത്രടാ? 8. അത്രയും A എന്ന് കിട്ടും. സോ R is equal to 32A എന്ന് കിട്ടും. ഉണ്ടോ? 32A ഉണ്ടല്ലോ. മനസ്സിലായോ ചെയ്തത്? ഇനി യഥാർത്ഥത്തിൽ when I do it in entrance examination hall അല്ലെങ്കിൽ when I do it during MCQ, ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഫൈനൽ റേറ്റ്? അത് ഞാൻ 6 എന്ന് എഴുതി. ഓക്കെ. എന്താണ് എക്ക് സംഭവിച്ചത്? അത് വോളിയം ഹാഫായി, അപ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. അപ്പോൾ 2 എന്ന് മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ കോഎഫിഷ്യന്റ് മേളിലുണ്ട്, അത് മേളിൽ എഴുതുക. ഇൻറ്റു എന്താണ് ബിക്ക് സംഭവിച്ചത്? വോളിയം ഹാഫ് ആയിരിക്കുന്നു, നോ ഡൗട്ട് കോൺസെൻട്രേഷൻ ഡബിൾ ആയിരിക്കുന്നു, അപ്പോൾ 2 എന്ന് എഴുതുക. അതിൻ്റെ ഇത് മേളിൽ എഴുതുക. ഇനി ഇനിഷ്യൽ റേറ്റ് എത്ര? അത് എ. ഇത് ഫൈനൽ, ഇത് R2, ഇത് R1. ഇവിടെ R എന്ന് എ എന്ന് എഴുതി. സോ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 2ൻ്റെ ക്യൂബ് 8 ഇൻറ്റു എ. സോ ഇസ് ഈക്വൽ ടു 32A. ഇത്രയും സ്റ്റെപ്പ് കറങ്ങേണ്ട ആവശ്യകതയില്ല. അത് നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കില്ലാണ്. ഇത് ശരിയായ വഴി. ഇത് ഈ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ നമ്മൾ എളുപ്പത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ? യെസ്. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞെങ്കിൽ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. കഴിഞ്ഞു അല്ല? കഴിഞ്ഞു. ശരി, നോക്കിയേ മക്കളെ. 25. The unit of rate constant for the reaction 2H2 plus 2NO gives 2H2O plus N2, which has the rate equal to K into concentration of H2 into concentration of NO യുടെ square is. Okay. Unit of rate constant ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. So very simple ആണ്. So when you read the rate equation, it is very clear that the order of the reaction is 3, right?
When the order of the reaction is 3, the power of liter will be 2. Yes. So which is the right answer? C. ലിറ്ററിൻ്റെ പവറിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് ഓർഡർ ആവുന്നത്. അപ്പോൾ ഓർഡർ അറിയാമെങ്കിൽ ഓർഡറിൽ നിന്ന് 1 കുറച്ചാൽ ലിറ്ററിൻ്റെ പവർ ആവും. ശരിയല്ലേ? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. ഇനി എന്തുവാ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, മോൾ ലിറ്റർ റൈസ് ടു -1, ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1. ഇഫ് ദർ ഇസ് more than one option with liter square is there, then correct ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. മോൾ ലിറ്റർ റൈസ് ടു -1, the whole raised to 1 - n, second raised to -1 is the correct equation. ബട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. കാരണം അവിടെ ലിറ്ററിൻ്റെ സ്ക്വയർ എന്നുള്ള വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഇടാവുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് എഴുതാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. The rate of formation of a dimer in a second order dimerization reaction തന്നിട്ടുണ്ട്. What will be the rate constant for the reaction at concentration തന്നിട്ടുണ്ട്. The rate of formation of a dimer in a second order dimerization reaction at okay അത് തന്നിട്ടുണ്ട്. What will be the rate constant for the reaction? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബോർഡ് നോക്കൂ. സാറിൻ്റെ വശം 2 എകളുണ്ട്. അത് A2 ആയി മാറുന്നു. ഇറ്റ് ഈസ് ഡൈമറൈസേഷൻ. 2 പേർ ചേർന്ന് ഒന്നാകുന്നതാണ് ഡൈമറൈസേഷൻ. എത്ര സിമ്പിളാണ്, മനസ്സിലായോ? 2 പേർ ചേർന്ന് ഒന്നാകുന്നു. 2A gives A2. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, വാട്ട് ഈസ് ദ റേറ്റ്? റേറ്റ് ഈക്വൽ ടു പറഞ്ഞോ. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ദ ഡൈമറൈസേഷൻ റിയാക്ഷൻ ഈസ് എ സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. വാട്ട് വിൽ ബി ദ റേറ്റ് കോൺസ്റ്റന്റ്? K ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് K, യു ഷുഡ് നോ ദ വാല്യൂ ഓഫ് റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എ. കോൺസെൻട്രേഷൻ ഓഫ് എയും റേറ്റും തന്നിട്ടുണ്ടോ? ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എ ഡൈമർ, ദ റേറ്റ് ഈസ് ഗിവൺ. വാട്ട് ഈസ് ദ റേറ്റ് ഗിവൺ? 9.1 into 10 raised to -6 mole liter raised to -1 second raised to -1. Okay, K into what is the unit concentration given? 0.01 means 10 raised to -2. ശരിയല്ലേ? 10 raised to -2 അത്രയും മോൾ ലിറ്റർ റൈസ് ടു -1 അതിൻ്റെ സ്ക്വയർ അല്ലേടാ? ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? So 9.1 into 10 raised to -6 mole liter raised to -1 second raised to -1 is equal to K into 10 raised to -4. K into 10 raised to -4 മോൾ സ്ക്വയർ ആവും. ഇത് ലിറ്റർ റൈസ് ടു -2 ആവും. ഇവിടുന്ന് K കണ്ടുപിടിക്കണം. K is equal to 9.1 into 10 raised to -6 mole liter raised to -1 second raised to -1 divided by 10 raised to -4 മോൾ സ്ക്വയർ ലിറ്റർ റൈസ് ടു -2. ഓക്കെ, അപ്പോൾ അത് എത്രയാണോ അത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമല്ലോ? മനസ്സിലായോ? മനസ്സിലായി. സംയുക്ത മനസ്സിലായില്ലേ എനിക്ക്? ശരി, ആയിക്കോട്ടെ. അതെ, 9.1 into 10 raised to -2. കാരണം -4 അത് ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് യൂണിറ്റ് മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27. For a reaction x plus y gives is at rate proportional to x. What is 1? Molecularity, പിന്നെ എന്താണ്? Order of the reaction. Rate proportional to x എന്നാണ്, അഥവാ rate equal to K into x, അത്രയേ ഉള്ളൂ. ഓക്കെ, rate proportional to x means rate is equal to K into x. Rate is equal to a constant into concentration of x എന്നാണ് അതിനെ വായിക്കേണ്ടത്. What is the molecularity? എത്ര പേർ ഇൻവോൾവ് ചെയ്തു? 2 അല്ലേടാ?
അപ്പോൾ മോളിക്കുലാരിറ്റി എത്ര മക്കളെ? 2. ഓർഡർ എത്ര ഇടാം? റേറ്റ് ഇക്വേഷൻ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ആണ്. എൻ്റെ പവർ എത്ര? 1. മനസ്സിലായില്ലേ? അപ്പോൾ മോളിക്കുലാരിറ്റി 2ഉം പിന്നെ മറ്റത് 1ഉം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫോർ ദ റിയാക്ഷൻ 2NO plus 2H2 gives N2 plus 2H2O. The possible mechanism is 2NO reversely gives N2O2. പിന്നെ അടുത്ത് N2O2 plus H2 ഒരു സ്ലോ സ്റ്റെപ്പ് ഉണ്ട് അവിടെ. N2O plus H2O ഉണ്ട്. അതുപോലെ N2O plus H2O ഫാസ്റ്റ് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ആൻഡ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്നാണ്. ഇപ്പോൾ എന്താണ് ഞാനത് ചെയ്യാം. കാരണം എന്താണ് 7:20 ബ്രേക്കിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 7:20 1 മിനിറ്റ് കൊണ്ട് തീരത്തില്ല, എന്നാലും ചെയ്യാം. 1 മിനിറ്റ് നോക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ എളുപ്പത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ഇതൊരു സ്ലോ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്ലോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും N2O2 N2O2 സ്ലോ സ്റ്റെപ്പ് പറഞ്ഞ പ്ലസ് H2 H2 സ്ലോ സ്റ്റെപ്പാണ്. പിന്നെ N2O plus H2O. സ്ലോ സ്റ്റെപ്പിൽ നിന്നാണ് റേറ്റ് എഴുതുക. അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾക്ക് റേറ്റ് ഈക്വൽ ടു K into concentration of N2O2 into concentration of H2 എന്ന് എഴുതാം. ഇങ്ങനെ നമ്മൾ റേറ്റ് എഴുതുക. നിങ്ങൾ ആൻസർ ചുമ്മാ നോക്കിയേ. ഓക്കെ. റേറ്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് N2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 അല്ലേ? ഓർഡർ 2 എന്നൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. ശരിയല്ലേ? ഓക്കെ, ശരി. 1 മിനിറ്റ്. അഫീഫ് ലെഫ്റ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ലേ. ഞാനിതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തിയതിന് ശേഷം 7:35 ഒരു 15 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം നീ നോക്കിയാൽ മതി ആപ്പിൽ. ഓക്കെ അഫീഫ്? ഓക്കേടാ, ശരി. ഇനി ഒന്ന് നോക്കിയേ ബോർഡിൽ. അപ്പോൾ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2. അതുപോലെ ഇതിൻ്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റേസ് 1 ഓർഡർ 2. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടോ? ഉണ്ട്. ഇനി ഇതിലെവിടെയെങ്കിലും ഒരു റിവേഴ്സിബിൾ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അപകടമാണ്. മെക്കാനിസത്തിൽ റിവേഴ്സിബിൾ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അപകടമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മെക്കാനിസത്തിലോട്ട് നോക്കണം. മെക്കാനിസത്തിലോട്ട് നോക്കി എന്താ, റിവേഴ്സിബിൾ സ്റ്റെപ്പിലോട്ട് നോക്കണം. 2NO റിവേഴ്സിൽ ഗീവ്സ് എന്താ? N2O2. ഓക്കെ. പക്ഷേ ഇതതിൽ ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. കാരണം എന്താണ് 2NO plus N2O2 എന്ന് പറയുന്നതിനകത്ത് പിന്നെ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടേം ഇപ്പം നമ്മൾ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 എന്ന് എഴുതി. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേം റിയാക്ഷനിൽ ഇല്ലാത്ത ടേം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ നോക്കി ആദ്യം. റിയാക്ഷൻ എന്താ? 2NO plus 2H2 gives N2 plus 2H2O. The possible mechanism is മെക്കാനിസം തന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമുണ്ടല്ലോ ആക്ച്വലി. N2O2 plus H2 സ്ലോ സ്റ്റെപ്പ്, N2O plus H2 സ്ലോ സ്റ്റെപ്പ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റേറ്റ് എഴുതി. ആ റേറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അത് പിന്നെ എഴുതിയപ്പോൾ തെറ്റിയതായിരിക്കും, കുഴപ്പമില്ല. എന്നാണ് ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് പറയുന്നത് ജസ്റ്റ് 1 മിനിറ്റ്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാം. ആ ക്വസ്റ്റ്യൻ പറഞ്ഞാലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
നോട്ട്ബുക്കിൽ എഴുതിയേ the chemical reaction the chemical reaction 2O3 2O3 is 3O2 proceeds as follows O3 reversibly is O2 plus O. ബോർഡിൽ എഴുതിയിട്ടുണ്ട് സാറ്. O3 reversibly is O2 plus O. ആ റിയാക്ഷൻ ഫാസ്റ്റ് ആണ്, ബ്രാക്കറ്റിലുണ്ട് ഫാസ്റ്റ്. അടുത്ത് O plus O3 reversibly is 2O2. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിൽ റിയാക്ഷൻ സ്ലോ ആണ്, റിവേഴ്സിബിൾ അല്ല കേട്ടോ, സോറിയേ, രണ്ടാമത് റിവേഴ്സിബിൾ അല്ല, ഗീസ് എന്നേ ഉള്ളൂ, ഗീസ് 2O2. ആ റിയാക്ഷൻ സ്ലോ. ഓക്കെ, ദ റേറ്റ് ലോ ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ലോ ഈസ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ രണ്ടിനെ പറ്റിയുള്ള വ്യക്തമായ ഐഡിയ വരും. ഒന്ന് ബോർഡ് നോക്കണം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ഇവിടെ ബോർഡ് നോക്കിയിരിക്കുക. സ്ലോ സ്റ്റെപ്പ് ഉണ്ട്. സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് അനുസരിച്ച് റേറ്റ് പറ. റേറ്റ് ഈക്വൽ ടു എന്താ പറയാത്തത്? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3. കറക്റ്റ് അല്ലേ? കാരണം സ്ലോ സ്റ്റെപ്പിൽ ഓയും ഉണ്ട് O3 ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു N2O2 ഇൻറ്റു H2 എന്ന് എഴുതിയത്. ഇനി നമ്മൾ യഥാർത്ഥ റിയാക്ഷൻ എന്ന് പറഞ്ഞ യഥാർത്ഥ റിയാക്ഷൻ അല്ല, ഇതിൻ്റെ യഥാർത്ഥ റിയാക്ഷൻ നിങ്ങൾ കയ്യിലിരിക്കുകയല്ലേ ബുക്ക്, അതിൽ നോക്കിയൊന്ന് പറ മക്കളെ, സമയം കളയാതെ. ഞാൻ തന്നെ നോക്കിയെടുക്കാം, അതാണ്. കേട്ടില്ല, ഞാൻ അത് കണ്ടുപിടിച്ചെടുക്കണം, ഒന്ന് പറയോ? 2NO പ്ലസ് H2 gives പറഞ്ഞ N2 പ്ലസ് 2H2. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് തെറ്റാ തന്നിരിക്കുന്നത് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. സ്ലോ സ്റ്റെപ്പ് നോക്കി, അതിനകത്ത് ഓസോണുണ്ട്. അപ്പോൾ അതിനകത്ത് ഓസോണും ഓയും വന്നു. ഈ ഓസോണും ഓയും വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ O എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ റിയാക്ഷനിൽ വരുന്ന ആളല്ലല്ലോ. അല്ല, യഥാർത്ഥ റിയാക്ഷൻ എന്താ? 2O3 is 3O2. അതല്ലേ യഥാർത്ഥ റിയാക്ഷൻ. അപ്പോൾ അങ്ങനെ ഇതിൽ യഥാർത്ഥ റിയാക്ഷനിൽ വരാത്ത ഒരാൾ ഇവിടെ വന്നാൽ അയാളുള്ള റിവേഴ്സിബിൾ സ്റ്റെപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഓസോൺ അവിടെ ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ O ഉണ്ട്, O ഉള്ള റിവേഴ്സിബിൾ സ്റ്റെപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? സ്ലോ സ്റ്റെപ്പ് നോക്കി റേറ്റ് ഇക്വേഷൻ എഴുതി. അതിൽ രണ്ട് ടേമുകളുണ്ട്, ഒന്ന് ഓയും ഒന്ന് O3. O3 നമ്മുടെ ഇക്വേഷൻ, അല്ലാതെ നമ്മുടെ യഥാർത്ഥ ഇക്വേഷനിലുള്ള ആളാണ്. O എന്നൊരു ടേം യഥാർത്ഥ റിയാക്ഷനിൽ വരുന്നില്ല എങ്കിൽ അയാൾ ഇടയ്ക്കെവിടെയോ ഉണ്ടായ ആളാണ്. അയാളുള്ള റിവേഴ്സിബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ. O ഉള്ള റിവേഴ്സിബിൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര പ്രാവശ്യം ചോദിച്ചു? O ഉള്ള റിവേഴ്സിബിൾ ഉണ്ടെങ്കിൽ ആ റിവേഴ്സിബിൾ എന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക, Kc. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc? കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O3. ഓക്കെ, പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. പ്രോഡക്റ്റ് O2 ഇൻറ്റു O ഡിവൈഡ് ബൈ റിയാക്റ്റന്റ് O3. മനസ്സിലായെന്നോ ഇല്ലെന്നാ? മനസ്സിലായി. ഓക്കെ, അവിടെ നിന്ന് ഓയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓയുടെ വാല്യൂ എത്ര?
concentration of O is equal to പറഞ്ഞേ Kc into concentration of O3 divided by concentration of O2. കറക്റ്റ് ആണല്ലോ? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പറഞ്ഞേ അപ്പോൾ റേറ്റ് ഈക്വൽ ടു പറ K into what is concentration of O? Kc into പറട്ടെ concentration of O3 divided by concentration of O2 into ഓയുടെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇനി O3യുടെ ബാക്കിയുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും പറഞ്ഞേ? അപ്പോൾ എന്ത് കിട്ടും? റേറ്റ് ഈക്വൽ ടു K into Kc. അത് ഞാൻ K ഡാഷ് എന്ന് എഴുതി, വേറൊരു കോൺസ്റ്റന്റ്, കുഴപ്പമില്ല. ഓക്കെ, ഇൻറ്റു ബാക്കി പറ കോൺസെൻട്രേഷൻ ഓഫ് O3യുടെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 റൈസ് ടു എത്ര? റൈസ് ടു -1. ഒന്ന് വന്നേ. റേറ്റ് ഈക്വൽ ടു K ഡാഷ് അല്ലെങ്കിൽ K എന്തായാലും ഒരു കുഴപ്പമില്ല, അത് K into Kc ആണ്, അത്രയേ ഉള്ളൂ. O3യുടെ സ്ക്വയർ ഇൻറ്റു O2 റൈസ് ടു -1. ഇത്രയും മനസ്സിലായല്ല? ഇതാണ് അവിടുത്തെ റേറ്റില്ല. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? 2 + -1. എത്ര കിട്ടും ഇവിടെ ഓർഡർ? 1 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഓസോൺ? എഴുതിയിട്ടുണ്ടോ? നോക്കി പറ മക്കളെ, സമയം കളയാതെ. വാട്ട് ഈസ് ദ 2? വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു O2? -1. ഓർഡർ ക്യാൻ ബി നെഗറ്റീവ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അത് പിന്നീടൊരു പ്രോബ്ലം ചെയ്ത് പഠിപ്പിച്ചു തരുമെന്ന് എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. ആ പ്രോബ്ലമാണ് ഈ പ്രോബ്ലം. അതാ ഓസോൺ. അവിടെ നിങ്ങൾക്ക് ഒരു പേജിൽ പല ഓർഡർ റിയാക്ഷനുകളുടെ എക്സാമ്പിളുകൾ ഉള്ളിടത്ത് ഏറ്റവും ഒടുവിൽ എഴുതിയിരുന്ന സെൻറ്റൻസും ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഡിസോസിയേഷൻ ഓഫ് ഓസോൺ ടു ഫോം O2 ഈസ് ദ നെഗറ്റീവ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ to O2 is a negative order reaction with respect to oxygen എന്നാണ് ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? അല്ലാതെ സ്ലോ സ്റ്റെപ്പ് എന്ന് കരുതി ഇതാ ഇങ്ങനെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ ഇതും യഥാർത്ഥ റേറ്റ് ലൈൻ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതൊക്കെ മാറി മറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഈ റിവേഴ്സിബിൾ സ്റ്റെപ്പ് വന്നാലുള്ള പ്രത്യേകത. ഇനി എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ആ ക്വസ്റ്റ്യൻ നമ്പർ 28 ഫോർ എ റിയാക്ഷൻ 2NO plus 2H2 gives N2 plus 2H2 the possible mechanism is എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ലോ എന്നാണ്. പക്ഷേ അതിനകത്തെല്ലാം N2O2ൻ്റെ ടേമിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ N2O2 എന്ന് പറയുന്നത് എവിടെ വരുന്നതല്ല, റിയാക്ഷൻ വരുന്നതല്ല. അപ്പോൾ അത് NOയുടെ ടേമിലാണ് ആൻസർ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. കാരണം N2O2ഉം NOയും നമ്മളിപ്പോൾ എന്താണ് ആ N2O2 ഈ N2O2 റിയാക്ഷനിൽ വരാത്ത ആളാണ്. അപ്പോൾ അതുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ടല്ലോ N2O2 വരുന്നത് ഉണ്ട്. അതിൽ നിന്ന് N2O2ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് NOയുടെ ടേമിലാണ് യഥാർത്ഥത്തിൽ ആൻസർ കിട്ടേണ്ടിയിരുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾക്ക് വന്ന മിസ്റ്റേക്കാണ്. ഇത് നമ്മൾ വേറെ ടെക്സ്റ്റ് ബുക്ക് നോക്കി കോപ്പി അടിച്ചതാണ്. അപ്പം പറ്റിയ മിസ്റ്റേക്കാണ്. അതായത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ മറ്റ് ബുക്കുകളിലുള്ള ഐഡിയ അനുസരിച്ച് ഇപ്പം ഞാനൊരു പ്രോബ്ലങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു. ആ ചെയ്ത് കാണിച്ചു തന്ന രീതിയിൽ ചെയ്യുന്നതാണ് കറക്റ്റ് ഐഡിയ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, 28 നമുക്ക് പിന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് പിന്നീട് പഠിക്കാം. അപ്പോൾ എന്താണ് ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. അതായത് ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ടു O2 എങ്ങനെ ഞാൻ ചെയ്തു എന്ന് സ്ലോ സ്റ്റെപ്പ് നോക്കി ഇക്വേഷൻ എഴുതി. റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ അതിൽ 2 ടേം വന്നു. അതിൽ ഒരു ടേം യഥാർത്ഥ റിയാക്ഷനിലുള്ളതല്ല. അപ്പോൾ അയാൾ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇൻ്റർമീഡിയറ്റുള്ള റിവേഴ്സിബിൾ സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ നിന്ന് KC എഴുതി. ആ KC എഴുതിയിട്ട് ആ വാല്യൂവിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ യഥാർത്ഥ ഇക്വേഷൻ എഴുതി. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള റേറ്റ് ലോ കിട്ടിയത്. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ഏകദേശം 7:33 ആയിട്ടുണ്ട്. ഞാൻ ഇത് നിർത്തുന്നു. ഞാനിതിൻ്റെ റെക്കോർഡിങ്ങും സ്റ്റോപ്പ് ചെയ്യും. ആക്ച്വലി ഇത് എൻട്രൻസ് ക്ലാസ് എന്നും പറഞ്ഞിട്ട് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഫോൾഡറിൽ വരുന്നുണ്ടാവും. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യട്ടെ. അതിന് ശേഷം അല്ല ഇതിപ്പോൾ പറഞ്ഞിട്ട് നിർത്താം. പിന്നെ ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ 7:33 ആയി. 12 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് 7:45, 46 ഒക്കെ ആകും വരിക.
ഞാനൊരു 47, 48 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.